Hi dears, it's me Amaluz. Welcome back to my channel. അപ്പോൾ ഇന്ന് നമുക്ക് ഇതേപോലെ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? നമ്മുടെ തെങ്ങിൻ്റെ ഒരു തേങ്ങയുടെ മേളിൽ വരുന്ന സംഭവമില്ലേ, അതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നല്ല പൂവിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട് ഇതിനല്ലേ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വൈറ്റ് കളർ ബേസ് എല്ലാത്തിനും ഒന്ന് കൊടുത്തിരുന്നു. അതെന്തിനാണെന്നറിയാമോ? നമ്മളിതുപോലെ കളർ അപ്ലൈ ചെയ്യുമ്പോൾ അത് നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ടാണ് കേട്ടോ എല്ലാത്തിനും ഒന്ന് വൈറ്റ് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഒരു വോൾ ഡെക്കറാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഈ ഒരു പൂ പോലെ നമുക്കിതൊന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്തൊക്കെ കൊടുക്കുന്നത് കുറേ വെറൈറ്റി കളേഴ്സ്, എല്ലാം ഒരേ കളർ കൊടുക്കാതെ ഓരോന്നിനും ഓരോ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ ഇതേപോലെ ഈ പൂവിനൊന്ന് റെഡ് കളർ ചെയ്തെടുക്കുകയാണ്. ഇതേപോലെയുള്ള ഐറ്റംസ് ഒരുപാട് ചെയ്ത് കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ ഇങ്ങനത്തെയുള്ള സാധനങ്ങളൊന്നും കളയാണ്ട് നല്ല അടിപൊളി ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ഓരോ ഐറ്റംസ് കാണുമ്പോഴാണ് നമുക്ക് ഓരോ ഐഡിയാസ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് കാണുമ്പോൾ എന്ത് ഭംഗിയല്ലേ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കളറൊക്കെ ചെയ്ത് നമുക്കൊരു ഹോം ഡെക്കറായിട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഭംഗിയല്ലേ. പുറത്തുനിന്നൊക്കെ ആൾക്കാർ നമുക്ക് വിരുന്നൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്കിത് കണ്ടുകഴിയുമ്പോൾ മനസ്സിലാകത്തരാം നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സാധനം തന്നെ പറയാം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറേ കളേഴ്സ് ഇതൊന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പം ആരെങ്കിലും എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ചാനലിലേക്ക് വരുന്നവർക്കെല്ലാം വെൽക്കം. അപ്പോൾ ഇതുപോലെ ഉള്ള ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒത്തിരി നന്നായിരുന്നു. അപ്പം ഇപ്പം ഞാൻ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഇതേപോലുള്ള നിങ്ങളുടെ സപ്പോർട്ട് ആദ്യമേ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി വാല്യുബിളാണ്. അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോലെ അതൊന്ന് റിക്വസ്റ്റ് ആയിട്ട് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കളറുകൾ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഡാർക്ക് റെഡ്, ലൈറ്റ് റെഡ്, അതുപോലെ ഓറഞ്ച്, പിന്നെ ബ്ലൂ കളർ കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു ലൈറ്റ് റോസ് കളർ കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മളൊരു ലൈറ്റ് ഗ്രീൻ കളർ. ഇത്രയും കളറുകളാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഈ സെൻറ്റർ പോർഷൻ വരുന്നില്ലേ, നമ്മുടെ സൂര്യകാന്തിയുടെ ഒക്കെ സെൻറ്റർ വരുന്ന പോലെ ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഞാനിതുപോലെ യെല്ലോ കളർ അപ്ലൈ ചെയ്തെടുക്കുക. നമ്മളെല്ലാത്തിനും യെല്ലോ കളർ തന്നെയാണ് കൊടുക്കുന്നത്. എല്ലാത്തിനും യെല്ലോ കളർ കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാനൊന്ന് ഒരു ബ്ലാക്ക് കളറിലൊന്ന് ഡോട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് കൊണ്ട് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മളിതൊന്ന് വാർണിഷ് അപ്ലൈ ചെയ്ത് വെക്കണം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഫ്രെയിം എടുത്തിട്ടുണ്ട്. നമ്മുടെ സെയിം ഫ്രെയിമാണ്. ഈ ഫ്രെയിമിൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും കേട്ടോ. അപ്പോൾ അതേ ഫ്രെയിമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിനുവേണ്ടി ഇതുപോലെ കുറച്ച് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പേപ്പർ കൊണ്ട് ചുരുട്ടിയെടുത്ത സ്റ്റിക്കാണ് കേട്ടോ. അത് ഇതുപോലെ നമുക്ക് സ്റ്റെമ്മ് പോലെ വെക്കാനായിട്ട് ചെയ്തെടുത്തതാണ്. അതുപോലെ ഞാൻ ഇതുപോലെ 4 ലീഫും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിക്കായിട്ടുള്ള ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പൂവും കൂടി ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ഇതേപോലുള്ള ക്രാഫ്റ്റുകൾ ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് അയച്ചു തരികയാണെങ്കിൽ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ക്രാഫ്റ്റ് ചെയ്യുന്ന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ പൂക്കളൊന്ന് ഒടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ആദ്യമേ 2 ലീഫ് ഇതുപോലെ മേളിലൊന്ന് ഒടിച്ചു കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അത്ര ഇഷ്ടമായില്ല, അതുകൊണ്ട് ഞാനത് അതിൽ നിന്ന് എടുത്ത് മാറ്റിയിരുന്നു. പിന്നെ ഞാനത് താഴേക്ക് വെക്കുകയാണ് ചെയ്തത്. അത് ഞാൻ ചെയ്ത് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ പൂക്കളൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. നമുക്ക് നല്ല ഭംഗിയായിട്ട് വീട്ടിൽ ഹോം ഡെക്കറായിട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഒരു സാധനങ്ങൾ ഉണ്ടാക്കിയത് നമുക്ക് അറിയാനും പറ്റില്ലല്ലോ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവരുടെയും വീട്ടിൽ അല്ലെങ്കിൽ എല്ലാവരുടെയും പറമ്പിൽ തെങ്ങൊക്കെ ഉണ്ടാവുമല്ലോ. തെങ്ങില്ലെങ്കിലും ഈ ഒരു സാധനം ഒത്തിരി അവൈലബിളായിട്ട് കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായോ ഇല്ലെന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലെ വീഡിയോസ് ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക്